ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ കെയറും അതുപോലെ തന്നെ ബ്യൂട്ടി കെയറും പ്രൊഡക്ട്സ് കാണണമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഒരു കബേർഡ് ക്ലീനിങ് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പം ഞാനിന്ന് ക്ലീൻ ആക്കുന്ന ഏരിയ ഇതെന്ന് വെച്ചാലില്ലേ, ഞാൻ കിടക്കുന്ന റൂമിൽ ഒരിങ്ങനെ കുഞ്ഞായിട്ട് ഒരു ഷെൽഫുണ്ട് കേട്ടോ. ഇതുപോലെ ആയിട്ടുള്ള ഒരു ഷെൽഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് യൂഷ്വലി ഞാൻ എൻ്റെ ബ്യൂട്ടി തിങ്സും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കണ്ട ഒക്കെ വലിച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തത്തിലായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം, ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് എടുക്കാം. ഇതിൽ മെജോറിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്പയറി ആയതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് കളയാനുണ്ടാവും. താഴെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഇതെന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ കവറിലാക്കിയിട്ട് വെച്ചിന്. ഇതെൻ്റെ മേക്കപ്പ് ബാഗല്ല, ഇതുപോലത്തെ എനിക്ക് പൗച്ചസ് ഉണ്ട് കേട്ടോ. യൂസ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കാലി കണ്ട. ഇതിൽ കുറേ ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ട്. എന്നാലും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെ കുറച്ച് ബ്രഷസാണുള്ളത്. എൻ്റെ ഫൗണ്ടേഷൻ്റെ ബ്രഷ് ഇവിടെ കാണുന്നില്ല ഇപ്പം. അപ്പം ഇതാണ് എൻ്റെ ബ്രഷസ്. ഇത് ഞാനിപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ പ്രൈമർ യൂസ് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഞാൻ കളർ ബാറിൻ്റെ ഈ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആക്നെ പ്രോണും പിമ്പിൾസും കാര്യങ്ങളും ഭയങ്കര സെൻസിറ്റീവായിട്ടൊക്കെ ഉള്ള സ്കിന്നിനാണെങ്കിൽ ഈ പ്രൈമർ നല്ലതാണ്. ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പായിട്ട് വാങ്ങിയതാണ്. പക്ഷേ എന്താ പറയുക, നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിന് ഞാൻ പുറത്തുനിന്ന് ബ്യൂട്ടീഷ്യനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ചെയ്ത മേക്കപ്പ് ആയിരുന്നു. കാരണം നമ്മൾ പൊതുവെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ പിന്നെ വെറുതെ മേക്കപ്പിൻ്റെ ആൾക്കാർക്കും കൂടി പൈസ കൊടുത്തിട്ട് കളയണോ എന്നുള്ളൊരു ചിന്ത കാരണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ കൺസീലർ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലോറിയലിൻ്റെ ട്രൂ മാച്ചാണ് കേട്ടോ. നല്ല ബ്ലെൻഡ് ആകുന്നുണ്ട് കേട്ടോ ഈ കൺസീലർ. ഇത് എൻ്റെ കളറിന് ഇതാക്കിയതാണ്. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഈ കളർ തന്നെ പറ്റണമെന്നില്ലല്ലോ. ഇത് മീഡിയം ഡീപ്പാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ്. ഞാൻ ഭയങ്കരത്തിൽ 800 സംതിങ് അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷെ ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് കൺസീലർ യൂസ് ചെയ്യുന്ന ആൾക്ക് ട്രൂ മാച്ചിൻ്റെ ഇത് സാധാരണ റേറ്റിന് നമുക്ക് കിട്ടാവുന്ന ഒരു കൺസീലറാണ്. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ വല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യും. ഫങ്ഷൻസ് അല്ലെങ്കിലും സാധാരണ ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ ചെറിയൊരു ഗെറ്റ് ടുഗെദറിനൊക്കെ ഞാൻ കൺസീലർ മാത്രം ജസ്റ്റ് എനിക്കാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത വന്നിട്ട് ഇതെൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ചതാണ്. ഇത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ യൂഷ്വലി പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമലി ഇപ്പം മാർക്കറ്റിൽ പോകുമ്പോൾ എന്നല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉള്ള കാര്യമൊന്നുമല്ല, വല്ല ഫാമിലി വിസിറ്റിനൊക്കെ പോകുമ്പോൾ മാക്കിൻ്റെ ഈ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിലും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആവുന്ന ഫൗണ്ടേഷന് ഞാൻ വേറെ ഒന്ന് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല. അത് ഫുൾ കവറേജ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇതെനിക്കിഷ്ടമായി. ഞാനിനി മാക്കിൽ നിന്ന് വീണ്ടും വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതുമാണ്. ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, റൂബി വൂ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് സംഭവം അടിപൊളി കളറാണ്, നല്ലൊരു കളറാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് കല്യാണത്തിന് വാങ്ങിയതാണ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കണ്ടില്ല നിങ്ങൾ, അതുപോലെ തന്നെയുണ്ട്. ഇത് ഐ ഷാഡോ പാലറ്റാണ്, യൂസ് ചെയ്യാറില്ല കേട്ടോ. അടുത്തത് വന്നിട്ട് ഇതാണ് ഞാൻ ഇത്രയും വർഷക്കാലം യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന കാജൽ, മേബലിൻ്റെ. ഇതുപോലെ
കണ്ടില്ലേ, ഇതുപോലെയുള്ള സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ എന്താണെന്നറിയില്ല, എനിക്ക് എക്സ്പയറി കാണുന്നില്ല. ബട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആകുന്നതുകൊണ്ട് അതിന് ഇതുപോലത്തെ ഒരു എന്താ പറയുക, കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യാറ്. ഇതിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നത് കാരണം ഇപ്പം എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്തത് ഞാൻ ഇവിടെ വരും. അതാ, ഇതാണ് എൻ്റെ പുതിയ പുതിയ കാജൽ. ഇതെന്ന് വെച്ചാൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കാജലാണ് ഇത്. റിട്രാക്റ്റബിൾ കാജലില്ലേ, അതാണ് സംഭവം. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെൻ്റെ പഴയ കാജൽ, എന്താണ് ഫൗണ്ടേഷനാണ്. ഇതൊന്നും ഇപ്പം ശരിക്കും ഇതിലുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ, ഒക്കെ കളയാൻ. ഇതും പണ്ടത്തെ ഐലൈനറാണ്. ഇത് പണ്ട് ഞാൻ ഐലൈനർ ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് ഉപയോഗിക്കുന്നുണ്ടായ ഒരു ബ്രാൻഡായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല, അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് കാണും. ഇതാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഐലൈനർ. വെച്ചാൽ ബോഡി ഷോപ്പിൻ്റെ ഐലൈനറാണ്. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല ഐലൈനറാണ്, നന്നായിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് അത്രയും നമുക്ക് എന്താ പറയുക, യൂട്യൂബിലൊന്നും അത്രയും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റൊന്നും അല്ല. പക്ഷേ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ ഐലൈനർ. പിന്നെ ഇതാണ് എൻ്റെ ലിപ് ഗ്ലോസ് അല്ല, ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാൻ തണുപ്പിനൊന്നും യൂസ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഇതൊക്കെ വിടുവട്ടാം, അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം എങ്ങനെയാണ്, വലിയ കാര്യമായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യില്ല. ഇതെൻ്റെ ഉമ്മ, ഇക്കാടെ ഉമ്മ എനിക്ക് തന്നതാണ്. ടെഡ് ബേക്കറിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയാനുള്ളത്. ഇതൊക്കെ കളയേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടുണ്ടായത് തന്നെ ടീ ട്രീയുടെ മാറ്റിഫൈയിങ് ലോഷൻ. ഇത് നല്ല സാധനമാണ് കേട്ടോ. നല്ല ആക്നെയൊക്കെ ഉണ്ട് ആൾക്കാർക്ക് നല്ല സാധനമാണ്. പക്ഷെ ഞാൻ പിന്നീട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റിലോട്ടേക്ക് മാറിയത് കാരണം എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ മാറി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയേണ്ടതാണ്. ഈ കളയേണ്ട സംഭവങ്ങൾ ഞാൻ ഈ സൈഡ് വെക്കുന്നുണ്ട്. ഇതും കളയാം, നമ്മളിനി എന്തായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല. എൻ്റെ സ്കിൻ കെയറിൽ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ് വാട്ടർ. ഇത് തീരാറായിട്ടുണ്ട്, വാങ്ങിയിട്ടില്ല പുതിയത്. ഞാൻ കൂടുതലും ടോണറായിട്ട് യൂസ് ചെയ്തുകൊണ്ടുണ്ടായതാണ്. ഷോർട്ടായത് കാരണം പോയി വാങ്ങിക്കാനുള്ള മടി കാരണം വാങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് എന്നും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു കോട്ടനിലോ തന്നെ വേണമെന്നില്ല, കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് മുഖത്ത് ഇതാക്കി കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് നമ്മളെ ഫേസിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് റോസ് വാട്ടർ. അപ്പം ഞാൻ യൂസ് ചെയ്യാറ് ഡാബറിൻ്റെ റോസ് വാട്ടർ ആണ് യൂഷ്വലി മുഖത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെ ഏതും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മളെവിടെയെങ്കിലും സ്റ്റേക്കൊക്കെ പോയാൽ കിട്ടിയ ഇതൊക്കെയാണ്. ഇത് എനിക്ക് ഇക്ക വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ബോഡി ക്രീമാണ്, ബോഡി വാഷിൻ്റെ ജാപ്പനീസ് ബ്ലോസത്തിന്. നല്ല സ്മെല്ലാണ്. പക്ഷേ ഞാൻ യൂസിങ് വളരെ കുറവാണ്, തീരെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. കൈയും കാലിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് പറയാം കേട്ടോ. ഇത് ഞാൻ കുറച്ചെങ്കിലും യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണിത്. ഇത് ലാക്മേയുടെ ഒരു ഫേസ് ഷെയർ എന്ന് പറയും. അത് നല്ലൊരു സംഭവമാണ്. ഇതിൽ റോസ് കളറും ഉണ്ട്. ഇത് വന്നിട്ടൊരു ബ്രൗൺ കളറാണ്. ഇത് നല്ല ഫേസിലേക്ക് ജസ്റ്റ് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചതാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ലൂസ് ഫിനിഷിങ് പൗഡറാണ്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് എൻ്റെ ഹാൻഡ് ക്രീമാണ്, സ്ട്രോബെറിയുടെ ബോഡി ഷോപ്പിയുടെ നല്ല ഹാൻഡ് ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെ എന്താ പറയുക, ബാത്റൂമൊക്കെ ഈ സെബീന പൗഡർ ഫിനായിലൊക്കെ ഇട്ടിട്ട് കഴുകിയാൽ ഞാനതൊന്ന് ഈ ഹാൻഡ് ക്രീം ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് കൂടുതലും. ഇതെൻ്റെ സെറ്റിംഗ് സ്പ്രേ, ലോറിയലിൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ കല്യാണങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട് വേറൊരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞില്ലേ, ഇത് മേബലിൻ്റെ അപ് ടു 24 hours ആട്ടോ, 12 hours അല്ലേ, മാറിപ്പോയി. സൂപ്പർ സ്റ്റേ ഫുൾ കവറേജ് ആണ് കേട്ടോ ഇത്.
ഇതൊന്നും പക്ഷെ ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല. അത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ വേറെ യൂസ് ചെയ്തുകൊണ്ടുണ്ടായ ഇതാണ് ഇപ്പം എൻ്റെ ന്യൂ ബ്രാൻഡ്. ല റോഷ് പോസേ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇപ്പം ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടത്. അപ്പോൾ അവരുടേത് തന്നെ സൺസ്ക്രീനാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിൻ്റെ എക്സ്പയറി ആയി, അതുകൊണ്ട് ഇനി എനിക്കിതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂല, ഇനി ഞാൻ കളയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഹാഫ് ബോട്ടിലുണ്ട് കേട്ടോ. ഞാൻ ഇത് ദുബായിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. അപ്പം ആക്ച്വലി ഇപ്പോൾ ഇതിൽ ഹാഫ് ബോട്ടിൽ ഉണ്ട്, വേസ്റ്റ് ആയിപ്പോയി. ഇതിൽ ചെറുതായിട്ട് നമുക്കൊരു ടിൻറ്റ് കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് മാത്രം ഇട്ടാൽ മതി, പുറത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഒരു സംഭവമാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഹെയർ സ്പ്രേ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ബോഡി ഷോപ്പിൻ്റെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പം കിട്ടുന്ന സംഭവമാണ്. ബോഡി ഷോപ്പിൻ്റെ എനിക്ക് വേറൊരു ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് ഹിമാലയൻ ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക്. നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാലില്ലേ, നമ്മുടെ ഫേസ് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോവും ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലിയറും ഫേസ് ആക്കുന്നുണ്ട് ഒരു സാധനമാണിത്. നല്ലതാണ്, റെക്കമെൻഡ് ചെയ്യും. ഇതെൻ്റെ സുറുമയാണ്. ഞാൻ സുറുമ യൂസ് ചെയ്യും കേട്ടോ. കാരണം സുറുമ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉളുവെല്ലാം എടുക്കുമ്പം ഇതാക്കാൻ പറ്റും, ഉളു കൊള്ളും. കഴുകിയിട്ട് ഇതാക്കണം എന്ന് നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് 2 മാസ്കറ ഉണ്ട്. കാരണം എനിക്ക് മാസ്കറ ഉണ്ടായ ഓർമ്മയില്ലാണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈപ്പക്കാളാണ്. ഇത് നല്ല വലിയ പരിപാടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യും ഞാൻ. ഇനി ഇതെൻ്റെ ഒരു ബോഡി ഷോപ്പിൻ്റെ തന്നെ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. റുബി വൂവിനെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. കുറച്ച് കട്ടി കളറാണ്, പക്ഷെ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ ഇത് ചേംബറിൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊക്കെ ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലേ. ഇത് നമ്മുടെ ഹൈലൈറ്ററും കോണ്ടോറൊക്കെയാണ്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഗാർണിയറിൻ്റെ ഐ റോളോണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റൊക്കെ എക്സ്പയറി ഒക്കെ എന്നേ കഴിഞ്ഞ് കാണും. അയ്യോ 4-ാം മാസം വരെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഞാൻ ഉപയോഗിച്ച് തീർക്കട്ടെ. ഉപയോഗിച്ചിട്ട് തീർന്നിട്ടില്ല അതൊന്നും. ഈ പ്രൊഡക്റ്റ് ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. കല്യാണത്തിന് വേറെയും 2 ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇത് കാണുന്നില്ല. ഇത് ഞാൻ നല്ല ഡാർക്ക് മഹാരാജ നൈക്കയുടെ ഒരു പ്രൊഡക്റ്റാണ്, നല്ല സംഭവമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു ലിപ്സ്റ്റിക്ക് നൈക്കയുടെ തന്നെ. ഡാർക്ക് കളറാണ്. അപ്പം ബാക്കി ഇതൊക്കെയാണ് സാധനങ്ങളുള്ളത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ബോക്സ് റെഡി ആയിക്കൊണ്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്കിൻ കെയറിൽ വരുന്നുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന ഇതാണ് സൺസ്ക്രീന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇപ്പം ഞാൻ ഹാൻഡ് ബാഗ് എടുക്കാത്തതുകൊണ്ട് ഇതാക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ കറക്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീനാണ്. അപ്പം ഇതിൽ ഞാൻ വെക്കൂല, ഞാൻ പുറത്ത് ജസ്റ്റ് ഇതായിട്ട് വെക്കും. റീ ഈക്വെയിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ എൻ്റെ നോർമലായിട്ടുള്ള സ്കിൻ കെയർ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ല റോഷ് പോസയാണ് യൂസ് ചെയ്യുന്നുള്ളതെന്ന്. അപ്പോൾ ല റോഷ് പോസേൻ്റെ എഫക്ലർ എന്ന് പറയുന്ന ഇതിലുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിപ്പം നാട്ടിൽ ഓൺലൈനിൽ ഇതുണ്ട്. ഇതിപ്പം ഞാൻ ദുബായിൽ നിന്ന് തന്നെയാണ് യൂഷ്വലി കൊണ്ടുവരുന്നുള്ളത്. അപ്പം അവരെ തന്നെ ഒരു എഫക്ലർ ഡ്യോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇത് പിഗ്മെൻറ്റേഷനും പിഗ്മെൻറ്റേഷൻ വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ആക്നെയുടെ സ്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിലുള്ളതാണ്. പിന്നെ അവരുടെ തന്നെ ഇത് മോയ്സ്ചറൈസർ ക്രീമാണ്. ഇതാണ് ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വെറും സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതും പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസും ചെയ്യാറുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ക്രീം. ഇത് എൻ്റെന്ന് വെച്ചാൽ മിസ്ലിനിയ വാട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഞാൻ മേക്കപ്പ് റിമൂവറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര കണ്ണിനൊക്കെ നമ്മളെ ഐ മേക്കപ്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു
നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ലറോഷിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ കുറച്ചൊരു എക്സ്പെൻസീവ് ലോട്ടേക്ക ആണ് അവരുടെ റേഞ്ചസ് വരുന്നുള്ളത്. എന്നാലും പ്രൊഡക്ട്സ് നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മൾ സ്കിന്നിന് ഞാൻ പറഞ്ഞില്ല, ഇവരുടെ തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് സൺസ്ക്രീനും യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റിയതാണ്. അതാണ് എൻ്റെ നോർമലി ഉള്ള സ്കിൻ റൂട്ടിൽ വരുന്നുള്ളത്. ഇത് എന്ന് വെച്ചാൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ആക്കിയ സമയത്ത് അവർ തന്ന സെറാണിത്. ഇതിപ്പം ഓൾമോസ്റ്റ് കയ്യാറായി. എൻ്റെ മുടി ലാസ്റ്റ് മാത്രമേ കുറച്ച് സ്ട്രെയിറ്റ് ഉള്ളൂ, ബാക്കിയൊക്കെ ചുരുണ്ട് വന്നു കേട്ടോ. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെറം എന്ന് പറഞ്ഞാൽ ഇതാണ്. വാറ്റിക്കയുടെ ഒരു എയർ സെറം ഉണ്ട്. ഇത് നല്ലൊരു സിറമാണ് കേട്ടോ. ചെറിയ പ്രൈസും ആണ്. കൂടാണ്ട് നമ്മുടെ മുടി നല്ലൊരു ഷൈനിങ്ങും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കാനും ഈ സെറം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. ലെങ്സിൻ്റെ ഇതാണ് ബയോട്രൂ. ഇതൊക്കെ കയ്യാറായിട്ടോ, പുതിയത് വാങ്ങിക്കണം. അപ്പം ഞാൻ ലെങ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലെങ്സ് കാർട്ട് ഇഷ്ടം പോലെ കാണും കേട്ടോ. ഇതാണ് ഫ്ലോക്സ് ആണ്. ഇത് നമ്മുടെ വായപ്പുണ്ണിൻ്റെ മൗത്ത് അൾസറിൻ്റെ ഇത്. ഈ ഒരു ചെറിയൊരു ബോക്സും കൂടി ഞാൻ അവിടെ വെക്കും. ഇതിൽ വെച്ചാൽ കളർ പെൻസിലും അതുപോലെ തന്നെ മരുന്നും കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടാണ് ഫസ്റ്റത്തെ റോ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റത്തെ റോ ഒന്ന് വെക്കട്ടെ, വെച്ചിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ റാക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ അത്ര വലിയ നീറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായില്ല. എന്നാലും കുറേ കച്ചറകളൊക്കെ ഒഴിവായി കേട്ടോ. ഇനി താഴത്തെ റാക്കിൽ നമ്മൾ യൂഷ്വലി വെക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ താഴത്തെ റാക്ക് എടുക്കുന്നുള്ളത്. ഞാൻ മെയിനായിട്ട് പറഞ്ഞുതരാം. ഇതിൽ എൻ്റേതായിട്ടുള്ള ഇതിൻ്റെ ഞാൻ വാറൻറ്റി കാർഡൊക്കെ ഞാൻ തന്നെ സൂക്ഷിക്കാറാണ് യൂഷ്വലി. ഇതെൻ്റെ ലാപ്ടോപ്പിൻ്റെതാണ്. ഇത് പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്തതിൻ്റെ ഇതെന്താ ഇതെൻ്റെ ഫിസിയോതെറാപ്പിൻ്റെ ഒരു പോസ്റ്ററാണ്. ഇത് യൂസ് ചെയ്യാത്ത പുതിയൊരു ഫ്രഷ്നർ ഉണ്ട്. അപ്പം ഞാൻ ബോഡി അത് പറഞ്ഞിട്ടില്ല അല്ലേ, ഞാൻ ഡിയോ യൂസ് ചെയ്യാറ് ഒന്നെങ്കിൽ നിവ്യയുടെ അല്ലെങ്കിൽ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ബോഡി മിസ്റ്റാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്ന ഗിഫ്റ്റാണ്. അത് ഞാനിവിടെ നല്ല ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെൻ്റെ റേസേഴ്സ്. ഇത് നമ്മളെ സാനിറ്ററി നാപ്കിൻ ഞാൻ യൂസ് ചെയ്യാറ് ഒന്നെങ്കിൽ ഓൾവേസിൻ്റെ അത് യൂസ് ചെയ്യും. പിന്നെ വിസ്പറിൻ്റെ ഇപ്പോഴത്തെ ഈ നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു ബ്രാൻഡ് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ബ്രാൻഡാണ്. പിന്നെ ഇവരയിൽ ലൈനർ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ലൈനേഴ്സ് കിട്ടുന്നത് നമുക്കൊരു ഉപകാരമാണ്. പിന്നെ ഇത് ഓൾവേസിൻ്റെ തന്നെ നൈറ്റ് പാഡിൻ്റെതാണ്. ഇതും നല്ല പാഡാണ്. പിന്നെ ഞാൻ ബെല്ലാടെ ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് കുഴപ്പമില്ല, നല്ല പാഡാണ്. അപ്പം ഈ ബ്രാൻഡൊക്കെയാണ് ഞാൻ യൂഷ്വലി പാഡായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ റോവും കൂടി കാണിച്ചു തരാം. പിന്നെ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഇതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ. പിന്നെ ഇത് ഞാൻ ഇൻഷാല്ലാ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. കല്യാണത്തിന് മുമ്പേ എഴുതണം എന്ന് വിചാരിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത സ്ക്രാപ്പ് ബുക്കാണ്. ഇതുവരെ ഞാനിത് ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതേ ഉള്ളൂ. അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടാകുമ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഇത് രണ്ടും ഏകദേശം ക്ലീൻ ആയിട്ടോ പറ്റുള്ളൂ. ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇതെൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ്, ട്രൈപോഡ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അടിയിൽ കുറച്ച് കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കണം. നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ സ്പെക്സും ടാബ്ലറ്റും ഇയർഫോണും ഒക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ടി വിൻ്റെ ഈ സൈഡായിട്ടാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. ഇതുപോലത്തെ നല്ല വീഡിയോയിലേക്കായിട്ട് വീണ്ടും വരിക. അതുവരെയും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.